ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 25 അധ്യായം 15 മുതലുള്ള വചനങ്ങൾ. ക്രോധത്തിന്റെ പാനപാത്രം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്, ഈ ജനത്തെ ക്രോധത്തിന്റെ പാനപാത്രം ഞാൻ കുടിപ്പിക്കും എന്ന്. അതായത് ഇസ്രായേൽ ജനത അടിമത്തത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ജെറമിയ പ്രവാചകനിലൂടെ അവരുടെ തെറ്റുകളിൽ നിന്ന് പിൻവാങ്ങി ദൈവത്തിലേക്ക് തിരിച്ചു വരുവാൻ ആവശ്യപ്പെടുകയാണ്. എന്നാൽ അത് നടക്കുന്നില്ല. 23 കൊല്ലം ജെറമിയ പ്രവാചകൻ ജനങ്ങളുടെ ഇടയിൽ ദൈവവചനം പ്രഘോഷിച്ചു. പക്ഷേ ആരും തന്നെ ഉൾക്കൊണ്ടില്ല. BC 537 നെബൂഖദ്നേസർ രാജാവ് ഈ ജനതയെ ആക്രമിക്കുകയും അടിമകളായി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. പോകുന്നതിന് മുമ്പ് ഈ ജനതയുടെ മുമ്പിൽ പറയുന്ന വചനമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. 15-ാം വചനം മുതൽ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് എന്നോട് അരുളി ചെയ്തു, എന്റെ കയ്യിൽ നിന്ന് എന്റെ ക്രോധത്തിന്റെ വീഞ്ഞു നിറഞ്ഞ ഈ പാനപാത്രം എടുത്ത് ഞാൻ നിന്നെ ആരുടെ അടുക്കലേക്ക് അയക്കുന്നുവോ ആ ജനതകളെയെല്ലാം കുടിപ്പിക്കുക. അവർ അത് കുടിക്കും. ഞാൻ അവരുടെ മേൽ അയക്കുന്ന വാൾ നിമിത്തം അവർ ഉന്മത്തരാവുകയും അവർക്ക് ചിത്തഭ്രമം സംഭവിക്കുകയും ചെയ്യും. ഞാൻ കർത്താവിന്റെ കയ്യിൽ നിന്ന് പാനപാത്രം എടുത്ത് അവിടുന്ന് എന്നെ ആരുടെ അടുക്കലേക്ക് അയച്ചുവോ ആ ജനതകളെയെല്ലാം കുടിപ്പിച്ചു. ഇന്നത്തെ പോലെ അവരും നാശകൂമ്പാരവും പരിഹാസ വിഷയവും അവജ്ഞാപാത്രവും ആകേണ്ടതിന് ജെറൂസലം, യൂദായിലെ നഗരങ്ങൾ, അവയിലെ രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, ഈജിപ്തിലെ രാജാവ് ഫറവോ, അവന്റെ ദാസന്മാർ, പ്രഭുക്കന്മാർ, ജനം, അവരുടെ ഇടയിലുള്ള വിദേശീയർ, ഊസ് ദേശത്തിലെ രാജാക്കന്മാർ, ഫിലിസ്തീനരുടെ അഷ്കലോൺ, ഗാസ, എക്രോൺ, അഷ്ദോദിൽ അവശേഷിച്ചിരിക്കുന്നവർ എന്നിവരുടെ ദേശത്തേക്കുള്ള രാജാക്കന്മാർ, ഏദോം, മോവാബ്, അമാന്യർ, ടയറിലും സീദോനിലും കടലിനക്കരയുമുള്ള ദ്വീപുകളിലുള്ളവർ രാജാക്കന്മാർ, ദേദാൻ, തേമാബൂസ്, ചെന്നി, മുണ്ടനം ചെയ്യുന്നവർ, അറേബ്യയിലെ രാജാക്കന്മാർ, മരുഭൂമിയിൽ വസിക്കുന്ന സങ്കരവർഗങ്ങളുടെ രാജാക്കന്മാർ, സിമ്രി, ഏലാം, മേദിയ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ എന്നിവരെയും ഉത്തരദേശത്ത് അടുത്തും അകലെയുള്ള രാജാക്കന്മാർ, ഇങ്ങനെ ഭൂമുഖത്തുള്ള ഓരോരുത്തരെയും സകല ജനതകളെയും ഞാൻ കുടിപ്പിക്കും. അവസാനം ബാബിലോൺ രാജാവും കുടിക്കും. നീ അവരോട് പറയുക, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ കുടിച്ചു മതിച്ച് ഛർദിക്കുക. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയക്കുന്ന വാൾ തലയിൽ വീഴുക, നിങ്ങൾ പിന്നെ എഴുന്നേൽക്കുകയില്ല. നിന്റെ കയ്യിൽ നിന്ന് കുടിക്കാൻ അവർ മടിച്ചാൽ നീ പറയണം, നിങ്ങൾ കുടിച്ചേ തീരൂ എന്ന് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. എന്റെ നാമം ധരിക്കുന്ന നഗരത്തിനു ഞാൻ അനർത്ഥം വരുത്താൻ പോകുമ്പോൾ നിങ്ങളെ വെറുതെ വിടുമെന്ന് കരുതുന്നുവോ? നിങ്ങൾ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. ഇതാ ഭൂമുഖത്തുള്ള സകല ജനതകളുടെയും മേൽ ഞാൻ വാൾ പോകുന്നു. ഞാൻ വാൾ അയക്കാൻ പോകുന്നു. സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതെല്ലാം നീ അവരോട് പ്രവചിക്കുക. കർത്താവ് ഉന്നതങ്ങളിൽ ഗർജിക്കുന്നു, വിശുദ്ധ സ്ഥലത്തു നിന്ന് അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു. നിന്റെ അജഗണത്തിനെതിരെ അവിടുന്ന് ഉച്ചത്തിൽ ഗർജിക്കുന്നു. മുന്തിരിച്ചാക്ക് ചവിട്ടുന്നവരുടെ അട്ടഹാസം പോലെ സകല ഭൂവാസികൾക്കും എതിരെ അവിടുന്ന് ശബ്ദമുയർത്തുന്നു. അവിടുത്തെ ശബ്ദം ഭൂമിയിലുള്ള അതിർത്തികൾ വരെയും മുഴങ്ങി കേൾക്കാം. കർത്താവ് ജനതകൾക്കെതിരെ കോപിച്ചിരിക്കുന്നു. അവിടുന്ന് സകല ജനതകളെയും വിധിക്കുന്നു. ദുഷ്ടരെ അവിടുന്ന് വാളിനിരയാക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇത് അനർത്ഥം ജനതകളിൽ നിന്ന് ജനതകളിലേക്ക് വ്യാപിക്കുന്നു. ദിഗന്ധങ്ങളിൽ നിന്ന് ഭീകരമായ കൊടുങ്കാറ്റ് പുറപ്പെടുന്നു. ആ ദിവസം കർത്താവ് വധിച്ചവർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതറിക്കിടക്കും. ആരും അവരെ ഓർത്ത് വിലപിക്കുകയോ അവരെ എടുത്ത് സംസ്കരിക്കുകയോ ചെയ്യുകയില്ല. വയലിൽ
വളം വിതറിയതുപോലെ അവർ കിടക്കും. ഇടയന്മാരെ അലമുറയിട്ട് നിലവിളിക്കുവിൻ, അജപാലകരെ ചാരത്തിൽ കിടന്നുരുളുവിൻ. നിങ്ങളുടെ വിധി ദിനം വന്നിരിക്കുന്നു. കൊഴുത്ത ആടുകളെ പോലെ നിങ്ങൾ കൊല്ലപ്പെടും. ആട്ടിടയന്മാർക്ക് ഓടിയൊളിക്കാനോ അജപാലകർക്ക് രക്ഷപ്പെടാനോ ഇടയില്ല. ഇതാ ഇടയന്മാർ നിലവിളിക്കുന്നു, അജപാലകർ ഉച്ചത്തിൽ വിലപിക്കുന്നു. എന്തെന്നാൽ കർത്താവ് മേച്ച സ്ഥലങ്ങൾ നശിപ്പിക്കുന്നു. പ്രശാന്തമായിരുന്ന ആലുകൾ കർത്താവിന്റെ ഉഗ്രകോപത്തിന് നാശകൂമ്പാരമായിരിക്കുന്നു. സിംഹം ഗുഹ വിട്ടിറങ്ങിയിരിക്കുന്നു. യുദ്ധത്തിന്റെ ഭീകരതയും അവന്റെ ഉഗ്രകോപവും നിമിത്തം അവരുടെ ദേശം ശൂന്യമായിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ക്രോധത്തിന്റെ വീഞ്ഞു നിറഞ്ഞ ആ പാനപാത്രം എടുത്ത് അവരുടെ അടുക്കലേക്ക് ചെന്ന് അവരെ കുടിപ്പിക്കുക. ദൈവത്തിന്റെ ക്രോധത്തിൽ ഉന്മത്തരായി തീരുന്ന ആ ജനതകളെയെല്ലാം വാളിനിരയാക്കുമെന്ന് പറയുകയാണല്ലോ. ദൈവകോപത്തിന് കാരണം അവരുടെ പാപമാണല്ലോ. പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വരുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. ദൈവമേ, ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് ഇടയന്മാർക്കോ പ്രവാചകന്മാർക്കോ ആർക്കും രക്ഷയില്ല എന്ന് കൃത്യമായിട്ട് വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്നു. വചനം കേൾക്കാനും വചനം പഠിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിനായ ഈശോ ഞങ്ങൾക്ക് നൽകിയ വചനങ്ങള് ഞങ്ങളുടെ ഹൃദയത്തെ സ്ഥാപിക്കാനിടയാകണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, വചനം പഠിക്കണം, വചനം വളർത്തണം. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ, CMI. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമേ. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ നിറയട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നിങ്ങളെ സമർപ്പിക്കുന്നു.